അടിയുറച്ചു നിൽക്കണമെന്ന് പ്രവർത്തകരോട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും. ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടേക്കാം, ആദർശം കൈവിടരുത്. ലീഗിനെതിരെ സംസാരിച്ച മദ്രസ അധ്യാപകനെ പുറത്താക്കിയ സാഹചര്യത്തിലാണ് തങ്ങളുടെ പ്രതികരണം. പ്രയാസങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. അത് പല നിലക്കുള്ള പ്രയാസം, ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അങ്ങനെ അതൊക്കെ പല ബുദ്ധിമുട്ടുകളോ അതിനൊക്കെ ബുദ്ധിമുട്ട് പിന്നാവ് അങ്ങനെ തന്നെ വരും. റസൂൽ പറഞ്ഞത് എന്താ? റസൂലിനോട് അമ്മ അസൽക്കും ആരെയും മിന്നല്ല. അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നില്ല, അതൊരു കൂലിക്ക് വേണ്ടി ചെയ്യുന്ന പണിയല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു വിശുദ്ധമായ സംഘടനൻ്റെ, പോഷക സംഘടനൻ്റെ അനുഭാവികളാണ് നിങ്ങൾ, അതിൻ്റെ പ്രവർത്തകരാണ്, അതിൻ്റെ നേതാക്കന്മാരാണ്. ഈ ബോധം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാവണം. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ടു. നിങ്ങൾക്കൊക്കെ ഇവരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു പതിവാക്കാൻ പറ്റിയൊരു ദിക്കറ്, ഞാനതിൻ്റെ ഒന്നും ആളല്ല, ഞാനതങ്ങനെ ദിക്കറൊന്നും പറയലില്ല. ഇവരൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നാൽ നിങ്ങൾ ചില ദിക്കറുകളൊക്കെ പതിവാക്കിക്കോളിയും. നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേലിൽ എന്നൊരു ഫാത്തിഹ ഓതാം. ഇലാ ഹളറത്തി നബിയ്യിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖുലഫാഉൽ അർബഅത്തിന്റെ മേലിലൊരു ഫാത്തിഹ ഓതാം. പിന്നെ മശായിഖു തറായി, കരിയക്കത്തിൻ്റെ മശായിഖന്മാർക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. പ്രത്യേകിച്ച് പിന്നെ മഹാനാവുന്ന ഷെയ്ഖുനാ ശംസുലുലമൻ്റെ മേലൊരു ഫാത്തിഹ. അത് കഴിഞ്ഞ ശേഷം എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതും. അത് കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ ഒരു 70 വട്ടം ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെല്ലാം. അല്ലെങ്കിൽ ഇനി അതൊരു ചുരുക്കി ചെല്ലണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചുരുങ്ങിയത് ഒരു 70 വട്ടെങ്കിലും ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതൊരു 33 വട്ടം സ്വലാത്തും ചെല്ലാം. കഴിയുന്ന ആളുകൾ യാ ലത്തീഫ് യാ അല്ലാഹ് ഒരു 129 വട്ടം, ഒരു 41 വട്ടം യാ ഹയ്യു യാ ഖയ്യൂം. അത് നിങ്ങൾ പതുമതി അതൊക്കെ പതിവാക്കുക. പിന്നെ എപ്പോഴും യാ ഖവിയ്യു യാ മതീനു കിഫി ശർറൽ വാലിമീൻ, അതും പതിവാക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാകുമ്പോൾ പല നിലക്കുള്ള ഷെറുകളുണ്ടാവും. ഈ ഷെറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിഫാഇൻ്റെ ദിക്ർ, അത് ഹിസ്ബുൽ ബറായാലും വേണ്ടില്ല, ഹിസ്ബുൽ ബഹറായാലും വേണ്ടില്ല, ഹിസ്ബുൽ നസറായാലും വേണ്ടില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ വെറുതെ ദിഫാഇ ആയാലും വേണ്ടില്ല. അത് അതിൻ്റെ ഏടുകളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അത് പതിവാക്കി ചെല്ലുന്നത് നല്ലതാണ്, നിർബന്ധമായി പറയല്ല. നമുക്കിപ്പോൾ എല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അഹബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാന, ചെയ്യുന്നത് കുറച്ച് ചെയ്താലോ സുന്നത്തായ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപം അങ്ങനെയാണ്. അതോടൊപ്പം ഇത് ഇങ്ങനത്തെ വിരുദുകളൊക്കെ പതിവാക്കി പോകുന്ന ആൾ അതില്ലാതെ മുടക്കാൻ പാടില്ല. ഒരു ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഖളാ കൂട്ടണം എന്നാണ് ഇമാം നബവി തങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളത്. ഒരുത്തനിക്കൊരു വിരുദുണ്ടായി, ഒരു വളീഫത്ത് എനിക്കുണ്ടായാൽ ദിവസം അവൻ പറയണത് ഒരു ദിവസം പറയാൻ കഴിഞ്ഞില്ല, അവൻ അതിനെ ഖളാ കൂട്ടണം എന്നാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ തരീഖത്തിനോട് ബന്ധപ്പെട്ട നമ്മൾക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും പറഞ്ഞതാണ്, ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പറയും. മറ്റത് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും ഉപദേശിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, തസൗഫിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ തസൗഫ് പറ്റ കുറഞ്ഞു പോയി, അതുകൊണ്ട് ഉണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും ആരെയും ബഹുമാനമില്ല. ഹൃദയത്തിൽ ഉണ്ടോ കിബിർ, അസദ്, ഉജുബ്, റിയാവ് പോലത്തെ കാര്യങ്ങളാണുള്ളത്. മനസ്സിലായില്ല നമുക്കങ്ങനെ. എനിക്ക് അങ്ങനത്തെ ഒരു എന്നെങ്ങനെ ദഫൂട്ടി കൊണ്ടുവരണം, ഞാൻ ദഫൂട്ടി അല്ല, ആളുകൾ പറയാൻ പറയാം ഞാൻ ദഫൂട്ടി കൊണ്ടുവരണം, എനിക്കൊരു ദഫൂട്ടി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ വേഗം മുന്നിൽ ചാടി പാടില്ല ദഫേറ്റ് ചെയ്യുമ്പോൾ. പിന്നെ തെക്കുവീറല്ല, ഞാൻ ആരോടും തെക്കുവീറെല്ലാം പറഞ്ഞില്ല. തെക്കുവീറിൽ നിന്നാണ് ഇപ്പോൾ ദേഷ്യം. എനിക്ക് തെക്കുവീർ ഞാൻ എന്താ ചെയ്യുന്നത് കുട്ടികളെ, ആൾക്കാർ തെക്കുവീറിന് നിങ്ങൾക്ക് ചെല്ലണ്ടെന്ന് പറയാൻ പറ്റില്ല. തെക്കുവീർ നല്ലൊരു സംഗതിയല്ലേ, ഞാൻ പറഞ്ഞ് ജലിപ്പിച്ചാണ് ഇത് ആർക്കറിയില്ല. ഞാൻ അതൊന്നും പ്രതീക്ഷിതല്ല, മനസ്സിലായില്ലേ. എനിക്ക് ഞാൻ അങ്ങനെ ദിവസം നടത്തി പോകുന്ന ഒരാളാണ്, അതാണ് എൻ്റെ പണി എപ്പോഴും. അത് എന്നോട് ഓതിയലോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി ഞാൻ ദിവസം നടത്തുന്ന സ്വഭാവ കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്, ഇത് ദർശൻ്റെ ശൈലി എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ദിവസം നടത്തി പോകണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഞാനിങ്ങനെ സംസ്ഥാന പ്രസിഡൻ്റാകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ല. പിന്നെ എങ്ങനെ ഈ സ്ഥാനത്ത് എത്തിപ്പെട്ടു അത്ര മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യണതല്ല. ആരും എനിക്ക് വേണ്ടി തക്ബീർ ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ തക്ബീറിന് വേറെയുള്ള പലർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊക്കെ തക്ബീറിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാനങ്ങനെ വലുതാവണമെന്നൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നോടത്ത് ഇരിക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇരുന്നാൽ എനിക്ക് ഞാൻ പറഞ്ഞ ഈ മറ്റേ കുന്തം തന്നെയാണ് ഇല്ല. കാരണം എന്തുകൊണ്ട് ഓരോ കൊടുന്നു വരുമ്പോൾ ബാഡെന്തോ സാധനം ഉണ്ടല്ലോ കൊടുന്നതിന് കൗത്തിലിടണേ. എനിക്കത് ഇടണമെന്നില്ല. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ ഇരിക്കാൻ ഞാൻ നിങ്ങളെ കൂടത്തിൽ ഇരിക്കാൻ ഇന്നവിടെ ഇരിക്കാൻ നിങ്ങൾ അയക്കൂല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുള്ളൂ. ഇവിടെ ഒന്നും കയറി ഇരിക്കൂല. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ തസവുഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ്. അതിനൊക്കെ വലിയ നല്ല നല്ല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും. അതിന് പറ്റിയ ആളുകളെ കിട്ടണം. കിട്ടാത്ത കാലത്തോളം അത് ഒരു പ്രയാസം തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്ർ അതിന് പറ്റിയൊരു ദിക്ർ റുക്നുൻ ഖവിയ്യുൻ ഫീ തരീഖിൽ വസൂലി ഇലൽ ഹഖി തആല എന്നാണ്. അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്ർ പോലുണ്ട്. അതുകൊണ്ടാണ് വക്കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ, സർവ്വസമയത്തും അള്ളാഹു റസൂലിന് ദിക്റിൽ തന്നെ പണിയുന്നുണ്ടായിരുന്നു. എപ്പോഴും ദാക്കിരുന്ന റസൂൽ അതാണ്. അപ്പം മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ദാക്കിര്യങ്ങളാകാൻ വേണ്ടി ശ്രമിക്കാം. അതോടുകൂടി ദീനീ പ്രവർത്തനം നടത്തുക, ഇഖ്ലാസോട് കൂടി നടത്തുക, നല്ല നെയ്യത്തോടു കൂടി നടത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മനുഷ്യ സ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ദീനീ കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട അതിൻ്റെ രൂപമനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് ഇൽമിനെ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദേഹത്ത് ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ വിദേഹത്തിനെതിരിൽ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ ശബ്ദിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലക്ക് സുന്നി ആദർശം നമുക്ക് ഇവിടെ പിടിച്ചെടുത്താൻ കഴിഞ്ഞത്. മഹാനാവുന്ന ഷെയ്ഖുന കോട്ടുമുൽ ഉസ്താദ് പറഞ്ഞതുപോലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലോത്തർ ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടുതീ പോലെ പടർന്ന് പന്തലിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അവരുമായുള്ള മുവാലാത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഫത്വകൾ ഇറക്കിയത്. അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തലിക്കുമായിരുന്നു എന്നാണ്. അപ്പം അതിനെതിരെയുള്ള വലിയൊരു പ്രതിരോധം മഹത്തുക്കളാവുന്ന നമ്മുടെ ഭൂമികളാവുന്ന പണ്ഡിതന്മാരെ ഏർപ്പെടുത്തി. അപ്പം അവരുടെ ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക. വിശുദ്ധമാവുന്ന ഈ ഭൂമി വളരെ വ്യത്യാസത്തോടുകൂടി നമ്മൾ പ്രവർത്തിക്കും. സംഘടനയ്ക്ക് പ്രയാസങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. City Gold and Diamonds, Kerala and Karnataka, the glow of purity. ചില ബന്ധങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. അതിന്റെ സൗന്ദര്യം അറിഞ്ഞറിയിക്കാനാവില്ല. കാൽ നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മറ്റേതിനേക്കാളും മികച്ചത് നൽകുമെന്ന ഉറപ്പ് എന്നെ ഞാനാക്കി മാറ്റി. ശരിയാണ്, അത് അത്രമേൽ അമൂല്യമാണ്. യഥാർത്ഥ 916 സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ഷോറൂം സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇനി ചെറുവത്തൂരിലും പൊന്നിന് പൂക്കാലം. സിറ്റി ഗോൾഡ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുവത്തൂർ, കേരള, കർണാടക. City Gold, Gold and Diamonds, Kerala and Karnataka. Venus Trading and Services, your trusted partner in Qatar.
Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. يا رب العالمين الله الله صل على طه الأمين الله الله في كل وقت وحين الله الله املأ قلبي باليقين الله الله ثبتني على هذا الدين الله الله واغفر لي والمؤمنين الله الله